അയ്യോ വണക്കം. ആദ്യം വാഴോട്ടുകോണം വാർഡിലെ സുഗതനെ പിടിച്ച് ജയിലിലിട്ടു. കാപ്പ കേസ് പ്രതിയാണ്, അതുകൊണ്ട് ജയിലിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞ് ജയിലിലിട്ടു. അപ്പോൾ വിചാരിച്ചു ഈ BJP ഭരണം താഴെ പോകുമെന്ന്. BJP ഭരണം താഴെ പോയില്ല. പിന്നീട് വളരെ വലിയ ഷോ ഓഫ് ഒക്കെ കാണിച്ച് നേരെ കൊണ്ട് ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ കൊടുത്തു, അതായത് ഒരു ഹർജി കൊടുത്തു. ഈ ഹർജിയിൽ പറയുന്നത് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തില്ല. അപ്പോൾ കോടതി പറഞ്ഞു ദൈവനാമത്തിൽ നിങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തേരെ, അല്ലാതെ അതിനകത്ത് വേറൊരു സംഭവം ഇല്ല, ഇത്ര ദിവസത്തിനകം ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്താൽ മതി. ശരി, ദൈവനാമത്തിൽ ഇവരെല്ലാം വന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. BJPയുടെ കൗൺസിൽ അംഗങ്ങൾ. അപ്പുറത്തും ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാത്ത ഒരുപാട് പേര് ഇരിപ്പുണ്ട് എന്ന് ആലോചിക്കണം, അവർക്കെതിരെ കേസില്ല. അങ്ങനെ കോടതി ഈ കാര്യം പറഞ്ഞ് ദൈവനാമത്തിൽ ഇവർ സത്യപ്രതിജ്ഞ ചെയ്തു. എന്നിട്ടും തീരുന്നില്ല. ദൈവനാമത്തിൽ ഇവർ സത്യപ്രതിജ്ഞ ചെയ്താൽ മാത്രം പോരാ, കോടതി പറഞ്ഞിട്ടുണ്ട്, അതുമാത്രം പോരാ, ഇവർ രാജിവെച്ച് പുറത്തു വേണം. ഇപ്പോൾ ഡെപ്യൂട്ടി മേയറായിട്ടുള്ള VV രാജേഷിൻ്റെയും ആ സ്ഥാനം തെറിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മറ്റേ പുള്ളി ഉണ്ടല്ലോ, കൊക്കിന് ജീവനുണ്ടെങ്കിൽ സുഗത ഇനി വരൂല എന്ന് പറഞ്ഞിരിക്കുന്ന നമ്മുടെ ശബരിനാഥൻ സാറ് നേരെ കോടതിയിലോട്ട് വച്ച് പിടിച്ചിരിക്കുകയാണ്. കോടതി അടിച്ച് അണ്ണാക്കി കൊടുക്കുമ്പോൾ തിരിച്ചു വരും, അത് വേറൊരു കാര്യം. എന്തായാലും അങ്ങോട്ടേക്ക് പോയിരിക്കുകയാണ്. എന്തായാലും ഇവർ രണ്ടുപേരെ പേരും കൂടെ എഴുതില്ലേ, ഒരു ഗുമ്മില്ല. അതുകൊണ്ട് നേമത്തുനിന്ന് രാജീവ് ചന്ദ്രശേഖരൻ്റെ കൂടെ പേരുകൂടെ എഴുതിയിരിക്കാം. അതായത് വോട്ട് കിട്ടി ജയിച്ച് വന്ന ആൾക്കാരാണ്, അങ്ങേരെ പേരുകൂടെ എഴുതിയിരിക്കാം. ആ MLA സ്ഥാനം റദ്ദാക്കിയത് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ കോൺഗ്രസിൻ്റെ നിലവിലത്തെ DNA തന്നെ ഉള്ളൊരു സംഭവമാണ് ഇതെന്ന് പറയുന്നത്. അതായത് ഒരാൾ വോട്ട് കിട്ടി, അയാൾ ജനഹിതത്തിന് വിധേയനായി അയാൾ ഒരു പൊസിഷനിലേക്ക് എത്തുന്നു. ആ പൊസിഷനിലേക്ക് എത്തുമ്പോൾ അധികാരമുള്ള കോൺഗ്രസ് ആണെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പോൾ സംസ്ഥാന ഭരണമൊക്കെ 36 വട്ടം ഒരു പിരിച്ചു വിട്ടിട്ടുണ്ട്. എന്താണ് കാരണം? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, നമ്മുടെ ഇംഗിതത്തിന് വഴങ്ങുന്നില്ല. എന്നാൽ നരേന്ദ്രമോദി സർക്കാർ അത് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ല. പക്ഷേ ആരാണ് ഫാസിസ്റ്റ്? അത് മോദി സർക്കാർ. വോട്ട് ചോരി ആര് നടത്തി? ഇന്ദിരാഗാന്ധി നടത്തിയിട്ടുണ്ട്. മോദി നടത്തിയിട്ടുണ്ടോ? തെളിവൊന്നുമില്ലെന്നേ. പക്ഷേ ആരാ ഫാസിസ്റ്റ്? അത് നരേന്ദ്രമോദി. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. എന്തുകൊണ്ടാണ് പ്രഖ്യാപിച്ചത്? അത് പ്രധാനമന്ത്രിയായിട്ടുള്ള ഇന്ദിരാഗാന്ധി അവിടെ കയറിയത് കള്ളത്തരം കാണിച്ചാണെന്ന് തെളിഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ കോടതി എന്ത് ചെയ്തു? പ്രധാനമന്ത്രി സ്ഥാനം ഒഴിയണം, പിന്നെ ശിക്ഷാ നടപടിയൊക്കെ സ്വീകരിക്കണം. അപ്പോൾ എന്ത് ചെയ്തു? അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. കാണിച്ചു തരാമെന്ന് പറഞ്ഞു. പക്ഷേ ആരാ ഫാസിസ്റ്റ് നരേന്ദ്രമോദിയാണ്. അതായത് നമുക്ക് ഭരണമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നിലവിൽ ഈ സർക്കാരിനെ അല്ലെങ്കിൽ സർക്കാരുകളെ, ജനാധിപത്യപരമായിട്ട് വന്ന സർക്കാരുകളെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. ഒന്നുമില്ല, ഒരു രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തും, ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന പല പ്രൊവിഷനുകൾ എടുത്തങ്ങ് വീശും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും. ഇനി നമുക്ക് ഭരണമില്ലാത്ത സ്ഥലത്താണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ പഴയ ജീനകത്ത് കിടക്കുകയാണല്ലോ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നേരെ കോടതിയിൽ പോകും. കോടതി പോയിട്ട് പറയും ഈ നേമത്തെ MLA ഇനി ഇവിടെ ഇരിക്കാൻ യോഗ്യനല്ല. അപ്പോൾ കോടതി ചോദിക്കും എന്തുകൊണ്ട് യോഗ്യനല്ല, അത്രയേ ഉള്ളൂ, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, അയാളെ റദ്ദാക്കി വിടും എന്ന് പറയുമ്പോൾ കോടതി ഓക്കെ സാർ റദ്ദാക്കി വിടാം എന്ന് പറയുമ്പോൾ പറയാനായിട്ട് കോടതി ഇവൻ്റെ കഷത്തിൻ്റെ ഇടയിലാണ് ഇരിക്കണമെന്നാണ് ഇവൻ്റെയൊക്കെ വിചാരം. അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ആ ഒരു ജീനുള്ളിൽ കിടക്കുന്നുകൊണ്ടാണ് നേരെ രാജീവ് ചന്ദ്രശേഖരൻ്റെ രാജി കൂടെ വേണമെന്ന് പറഞ്ഞ് നേരെ തള്ളി പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. എന്തായാലും കോടതി അടിച്ചെണ്ണാക്കി കൊടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിരിച്ചു വരും. അങ്ങനെ സുഗതൻ എന്ന് പറയുന്ന വ്യക്തിയുടെ സത്യപ്രതിജ്ഞ നടത്തണം. എങ്ങനെ നടത്തും? സുഗതൻ സത്യപ്രതിജ്ഞ നടത്താനായിട്ട് സുഗതന് വരാൻ പറ്റില്ല. സുഗതന് ജാമ്യം കിട്ടിയാലും തിരുവനന്തപുരം നഗരത്തിനകത്തേക്ക് പ്രവേശിക്കാൻ പറ്റില്ല, കാപ്പ കേസാണ്. അപ്പോൾ കോടതി പറഞ്ഞു വിയ്യൂർ ജയിലിൽ പോയിട്ട് അവിടെ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്യട്ടെ. അവിടെയും കിട്ടി അടിച്ചണ്ണാക്കിലും. ഇങ്ങനെ തലങ്ങും കിട്ടിയാലും പഠിക്കില്ല. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം ഡെപ്യൂട്ടി മേയറുടെയും കൂടെ രാജീവ് ചന്ദ്രശേഖരൻ്റെയും കൂടെ പദവി റദ്ദാക്കണം, അതെല്ലാം എടുത്ത് തോട്ടിക്കളയണമെന്ന് പറഞ്ഞ് കോടതിയിലോട്ട് പോയിരിക്കുന്നത്. എന്തായാലും ശബരിനാഥൻ രണ്ടും കൽപ്പിച്ച് തോക്കാനായി ഇറങ്ങിയിരിക്കുകയാണ്. ഈ ശബരിനാഥൻ പറഞ്ഞൊരു ഡയലോഗുണ്ട്, അതായത് കൊക്കിന് ജീവനുണ്ടെങ്കിൽ സുഗതൻ ഇനി കൗൺസിൽ കാണില്ല എന്നുള്ളത്. സുഗതൻ എന്ത് ചെയ്തു? സത്യപ്രതിജ്ഞ ചെയ്തു. അങ്ങനെ ആ പ്രതീക്ഷയും ചീറ്റിപ്പോയി. ഇനി സുഗതൻ ഇല്ലെങ്കിൽ ഇവർക്ക് ഭരിക്കാനായിട്ട് സാധിക്കുമോ? കാരണം സുഗതൻ ഇല്ലെങ്കിൽ ഇവർക്ക് കോറം തികയ്ക്കാനായിട്ട് പറ്റില്ല. ഒരു കൗൺസിലറുടെ കുറവുണ്ടായിരിക്കും. സ്വതന്ത്രരായിട്ട് 2 കൗൺസിലർമാരുണ്ട്. അതിലൊരു കൗൺസിലർ ഇവർക്ക് ഓൾറെഡി പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പിന്നെയുള്ള ഒരു കൗൺസിലർ എന്ന് പറയുന്നത് പൗണ്ട് കടവ് വാർഡിൽ നിന്നുള്ള സുധീഷ് എന്ന് പറയുന്ന ഒരു കൗൺസിലറാണ്. ആ കൗൺസിലർ ഇവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ് അവിടെ നിലനിൽക്കുന്നത്. പക്ഷേ സുഗതൻ ഇപ്പോൾ ജയിലിലാണ്. എന്ത് ചെയ്യും? ജയിലിലായിട്ടുള്ള സുഗതൻ 3 കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കണം. സ്വാഭാവികമായിട്ട് സുഗതൻ ജയിലിലാണല്ലോ. 3 കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാത്ത സാഹചര്യം എത്തുമ്പോൾ സുഗതൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങും. അങ്ങനെയാണല്ലോ നമ്മളൊരു സെറ്റപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ 3 കൗൺസിൽ യോഗത്തിന് സുഗതന് പങ്കെടുക്കാൻ പറ്റില്ല. ആ പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിൽ സുഗതൻ്റെ ഒരു വാർഡ് കൗൺസിലർ എന്ന് പറഞ്ഞ ആ ഒരു സ്ഥാനം റദ്ദാക്കപ്പെടും, BJP ഭരണം താഴെ പോകും. അങ്ങനെ കണ്ണിൽ എണ്ണ ഒഴിച്ച് പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ മേയർ VV രാജേഷ് ഇന്ന് ഒരു സെറ്റപ്പ് നേരെ കോർപ്പറേഷനിൽ കൊണ്ടുവന്ന് സുഗതന് 6 മാസം അവധി കൊടുത്തേക്കാം. സുഗതൻ വയ്യാതെ കിടക്കുകയാണല്ലോ, അതുകൊണ്ട് ഒരു 6 മാസം അവധി കൊടുത്തേക്കാന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? ഒരു സെറ്റപ്പ് കൊണ്ടുവന്നു. 6 മാസം അവധി കൊടുക്കുന്ന ആ ഒരു സെറ്റപ്പിനെ എത്ര കൗൺസിലർമാർ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞ് കൈപൊക്കാനായിട്ട് പറഞ്ഞപ്പോൾ BJPയുടെ ഭാഗത്ത് ഏകദേശം 48 കൗൺസിലർമാരേ ഉള്ളൂ കൈപൊക്കാനായിട്ട്. ഈ 48 കൗൺസിലർമാരെന്ന് പറയുമ്പോൾ 48 പേരും കൈപൊക്കി. പിന്നെ ഒരു സ്വതന്ത്രൻ 49. ആ സ്വതന്ത്രൻ 2 സ്വതന്ത്രന്മാരുണ്ട്, അതിലൊരു സ്വതന്ത്രൻ 49ാമത്തെ സ്വതന്ത്രൻ. പിന്നെ നോക്കിയപ്പം
മറ്റേ സ്വതന്ത്രൻ, അതായത് പൗണ്ട് കടവിലുള്ള ആ സ്വതന്ത്രനും കൈപൊക്കി നിൽക്കുന്നു. കോൺഗ്രസിൻ്റെ കിളിയും കിളി കൂടും തത്തിപ്പോയി. പൗണ്ട് കടവിൽ ഒരു സ്വതന്ത്രനായിട്ടുള്ള കൗൺസിലർ പോലും BJP ഭാഗത്തേക്ക് ചേർന്നിരിക്കുന്നു. അങ്ങനെ ആ കൊക്ക് വളരെ ദയനീയമായിട്ട് പെട്ടഞ്ഞ് മരിച്ചു എന്ന് ശബരീനാഥൻ മനസ്സിലാക്കി. അങ്ങനെ അവിടെ 50 തികഞ്ഞു, ഇപ്പുറത്തും 50 ഉണ്ട്. അപ്പോഴാണ് മേയർ എന്നാൽ ഞാൻ ഒരു കാര്യം ചെയ്യാം, കാസ്റ്റിംഗ് വോട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് മേയറും കൂടെ ഒരു വോട്ടിട്ടു. മേയർ സ്പീക്കറായിട്ടിരിക്കുകയാണല്ലോ, മേയർക്ക് അങ്ങനെ ചെയ്യാനുള്ള അധികാരമുണ്ട്. അപ്പുറത്ത് 51 സുഗതൻ്റെ 6 മാസത്തെ എന്ത് ചെയ്തു, ആ ഒരു അവധി അപേക്ഷ ഞങ്ങൾ അംഗീകരിക്കുകയാണ് എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് എഴുതി ഒപ്പിട്ട് ശബരീനാഥൻ്റെ ആ ഒരു ചമ്മിയ അളിഞ്ഞ മുഖം കാണേണ്ടതായിരുന്നു. പിന്നെ ശബരീനാഥൻ എഴുന്നേറ്റ് ശബരീനാഥൻ നെഞ്ചൊക്കെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, മേയർക്ക് നിയമങ്ങളും നിയമ സംവിധാനങ്ങളൊന്നും അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ്. അല്ല, യവന് നിയമങ്ങളും നിയമ സംവിധാനവും വല്ലതും അറിയാമോ? എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുക. ഇപ്പം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടെന്തോ ഇരിക്കുന്നു എന്നാണ് ഞാൻ കേട്ടതും. അതുകൊണ്ടാണ് VD സതീശനെതിരെ ഇപ്പോൾ വലിയ വിമർശനങ്ങളൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വരുന്നുണ്ട്. ഗുരുനാഥനായിട്ടുള്ള G കാർത്തികേയൻ്റെ മകനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വാഴയെ പിടിച്ച് വെച്ചിരിക്കുന്നത്. അത് വേറൊരു കാര്യം. എന്തായാലും സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം ഒരു കോർപ്പറേഷനിൽ പോലും കൃത്യമായിട്ട് വാദങ്ങൾ മുന്നോട്ട് വയ്ക്കാനായിട്ട് സാധിക്കുന്നില്ല. കോർപ്പറേഷനിലെ നിയമങ്ങൾ അറിയില്ല. തനിക്ക് നിയമങ്ങൾ അറിയാത്ത കാര്യങ്ങൾ ജനങ്ങൾ അറിയുമോ എന്ന് പേടിച്ച് തനിക്ക് അറിയാത്ത നിയമങ്ങളാണ് യഥാർത്ഥ നിയമങ്ങൾ, അത് മേയർക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവ അവിടെ കിടന്ന് മുണയ്ക്കുകയാണ്. എന്ത് ചെയ്യാൻ പറ്റും? ഇതാണ് നിലവിൽ കോർപ്പറേഷൻ്റെ നിലവിലത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ഡെപ്യൂട്ടി മേയറുടെയും സെറ്റപ്പും കൂടെ എന്ത് ചെയ്യണം, റദ്ദാക്കണമെന്ന് പറഞ്ഞ്. അല്ല, ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ ഇത്? ജനാധിപത്യത്തിലൂടെ കയറിയ വെറുതെ വേസ്റ്റ് ഓഫ് ടൈമാണ്, കോടതിയുടെയും വേസ്റ്റ് ഓഫ് ടൈമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. 2026 ജൂലൈ 2 ആഭ്യന്തര വകുപ്പ് പുറത്തിറക്കിയ സർക്കുലർ അടക്കം മേയർ VV രാജേഷ് അവിടെ വായിച്ചിട്ടാണ് ഈ സെറ്റപ്പ് ചെയ്തത് എന്നുള്ളതാണ് വേറൊരു കാര്യം. അല്ല, ഇനിയിപ്പോൾ അത് വായിച്ചില്ലെന്ന് വേണ്ട, എന്തെങ്കിലും ഒരു നിയമത്തിൻ്റെ ഒരു പഴുതിലൂടെ അവൻ കയറി വരാതിരിക്കാനായിട്ട് ആ ഓട്ട കൂടെ നല്ല MC-യിലിട്ട് പൂശിയ ശേഷമാണ് ആ സർക്കുലർ കൂടെ വായിച്ചേക്കാം. അതുകൂടെ വായിച്ച് അവധി അപേക്ഷ നമുക്ക് സമർപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് മേയർ രാജേഷ് ഇത് തുടങ്ങിയത്. കാരണം സുഗതൻ്റെ അവധി അപേക്ഷ കൗൺസിൽ വോട്ടിട്ടത് അംഗീകരിച്ചതിൽ കൗൺസിലർ സ്ഥാനം സുരക്ഷിതമായി എന്ന് കൗൺസിൽ സർക്കുലറിൽ പറഞ്ഞിട്ടുണ്ടെന്ന് മേയർ വ്യക്തമാക്കി. കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ എസ്കോർട്ട് പരോൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടു. സുഗതൻ വിയൂർ ജയിലിൽ സൂപ്രണ്ട് വഴി സമർപ്പിച്ച അപേക്ഷയ്ക്കുള്ള മറുപടിയിലാണ് ആഭ്യന്തര വകുപ്പ് ഇക്കാര്യം അറിയിച്ചതെന്ന് മേയർ പറഞ്ഞു. ഇതോടെ മുദ്രാവാക്യം വിളികളോടെ പ്രതിപക്ഷം ഹാളിൻ്റെ നടുത്തളത്തിൽ ഇറങ്ങി. അത് മാത്രമേ അവന്മാരെ കൊണ്ട് സാധിക്കൂ. നടുത്തളത്തിൽ ഇറങ്ങുക, മുണ്ട് വറിക്കുക, ചൂടുവെള്ളം കോരി ഒഴിക്കുക, മേയറുടെ മറ്റേ കോട്ടുണ്ടല്ലോ ആ കോട്ട് പിടിച്ച് വാങ്ങിച്ച് വലിച്ചു കീറി കളയുക, ഡയസിൻ്റെ മുകളിൽ കയറുക. അത് മാത്രമേ യൗമാരെ കൊണ്ട് സാധിക്കുകയുള്ളൂ. കാരണം ഫ്രസ്ട്രേഷനാണ്. കാരണം ഒന്നും അങ്ങോട്ട് നടക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല, ഒരു അടവും ജനങ്ങൾക്ക് മുമ്പിൽ യേശുന്നില്ല എന്നുള്ളത് ഒരു കാര്യം കൂടെ ഉണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് വലിയ രീതിയിൽ ഇവർ നടുത്തളത്തിൽ ഇറങ്ങിയത്. അത് മാത്രമേ ഇവരെ കൊണ്ട് നടക്കുള്ളൂ. ഇതിൽ എന്തിനാണ് നടുത്തളത്തിൽ ഇറങ്ങേണ്ട ആവശ്യം? നിങ്ങളൊരു കൗൺസിലിൽ ഒരു സംഭവം കൊണ്ടുവന്നു വോട്ടിൽ നിങ്ങൾ തോറ്റ ഉടനെ നടുത്തളത്തിൽ ഇറങ്ങി മുണ്ടൂരി കാണിക്കുക, മുണ്ട് വറിക്കുക. എന്തൊരു സ്വഭാവം എന്തോ. എന്തായാലും 1994 കേരള മുനിസിപ്പാലിറ്റി നിയമത്തിൻ്റെ 91 വകുപ്പ് പ്രകാരം അനുമതിയില്ലാതെ തുടർച്ചയായി 3 കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാതിരുന്നാൽ അംഗം അയോഗ്യനാകും. സുഗതൻ അയോഗ്യനാകിയാൽ ഒരു സ്വതന്ത്രൻ്റെ പിന്തുണയോടെ ഭരിക്കുന്ന BJP കേവല ഭൂരിപക്ഷം നഷ്ടമാകും എന്നാണ് ഇവർ വിചാരിച്ചിരുന്നത്. പക്ഷേ പൗണ്ട് കടവ് കൗൺസിലർ ഒരു സ്വതന്ത്രനായിരുന്നു. അയാൾ BJP കൂടെ ചേരുമെന്ന് ഒരു സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ആ ഒരു ഫ്രസ്ട്രേഷൻ കൂടെ കൊണ്ടായിരിക്കുക നടുത്തളത്തിൽ ഇറങ്ങിയത്. എന്തായാലും സുധീർ അവിടെ നിന്ന് ഇറങ്ങി ഓടി തള്ളിക്കളഞ്ഞാണ്, അല്ലെങ്കിൽ അവന്മാർ കടിച്ച് കീറിയത്. അങ്ങനത്തെ ഒരു സാഹചര്യമാണ് നിലവിൽ അവിടെ ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ സുഗതനില്ലെങ്കിലും സുഖമായിട്ട് ഈ ഒരു സ്വതന്ത്രൻ്റെ കൂടെ പിന്തുണയോടുകൂടി ഭരിക്കാം എന്ന് കൃത്യമായിട്ട് ശബരിനാഥൻ അണ്ണന് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. ഉണ്ടോ എന്നാണ് പല ആൾക്കാരും ഇപ്പോൾ ശബരിനാഥൻ അണ്ണനോട് ചോദിക്കുന്നു. പ്രപഞ്ച പരാജയമേ, ഏതുവരെ പഠിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്? IT-യാ PG-യാ? എന്തായാലും അതെല്ലാം കാണാനുണ്ടെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇങ്ങനൊരു മുഖം നിങ്ങൾക്കുണ്ട് എന്ന് നാട്ടുകാരെല്ലാം അറിയിച്ചല്ലോ, നന്ദി. അതിന് ഈ ഒരു സെറ്റപ്പിൽ തന്നെ ഇരുന്ന് നാട്ടുകാരെയൊക്കെ അറിയിച്ചല്ലോ. കാരണം ഞാൻ വെറും തറയല്ല, ഞാൻ കൂതറയാണ് എന്ന് കൃത്യമായിട്ട് നാട്ടുകാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. ചുമ്മാ അല്ല സത്യം പറഞ്ഞാൽ അരുവികരയെന്ന് ജനങ്ങൾ തോണ്ടി കിണ്ടി വെളിയിലിട്ടത്.